ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡിയെ കുറിച്ച് ഒന്ന് നോക്കാം. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് ഇ ഡി പ്രവർത്തിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ്, നിയമവിരുദ്ധമായ വിദേശ സാമ്പത്തിക ഇടപാടുകൾ തടയുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ഇവർ പ്രധാനമായും 3 ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കാനാണ് പ്രവർത്തിക്കുന്നത്. 1. PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002 കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയലാണ്. 2. FEMA ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999 വിദേശ നാണ്യ വിനിമയത്തിലുണ്ടാകുന്ന ക്രമക്കേടുകളും ഹവാല ഇടപാടുകളും തടയലാണ് ഇവരുടെ ജോലി. ഇനി FEOA ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് 2018 ബാങ്ക് പണം തട്ടിച്ച് ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് കടന്നു കളയുന്ന സാമ്പത്തിക കുറ്റവാളികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടലാണ് ഇവരുടെ ഡ്യൂട്ടി. ഔദ്യോഗിക കണക്കുകൾ നോക്കിയാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇ ഡിയുടെ നടപടികൾ ഇരട്ടിയോളമാണ് വർദ്ധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ 333 കേസുകളിൽ നിന്നും ഈ സാമ്പത്തിക വർഷം കുറ്റപത്രങ്ങളുടെ അതായത് പ്രോസിക്യൂഷൻ കംപ്ലയിൻസിന്റെ എണ്ണം 657 ആയിട്ട് ഇരട്ടിച്ചിരിക്കുകയാണ്. മാത്രമല്ല സാധാരണക്കാരെ സംബന്ധിച്ച് ഈ അന്വേഷണ ഏജൻസി വലിയൊരു സഹായമാണ് ചെയ്യുന്നത്. അവരെ ശത്രുക്കളായിട്ട് നമ്മൾ കാണരുത്. കാരണം തട്ടിപ്പിനിരയായ സാധാരണക്കാർക്കായി 63,142 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ വീണ്ടെടുത്ത് നൽകാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് മറക്കരുത്. എന്നാൽ ഇ ഡിക്ക് ഒരു വലിയ പരിമിതിയുണ്ട്. ഇ ഡിക്ക് സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കേസും ഏറ്റെടുക്കാൻ കഴിയില്ല. മറ്റേതെങ്കിലും ഏജൻസിയോ പോലീസോ ഒരു FIR രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ആ കേസിലെ സാമ്പത്തിക തിരിമറി അന്വേഷിക്കാൻ ഇ ഡിക്ക് അധികാരമുള്ളൂ. പക്ഷേ അന്വേഷണം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രതികളെ വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാനും സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ഇ ഡിക്ക് വിപുലമായ അധികാരവും നൽകിയിട്ടുണ്ട്.